നമസ്കാരം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നൊരു വാക്യമുണ്ട്. നമ്മൾ എല്ലാവരും അത് കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ അത് പറയാൻ കാരണം, അബ്ദുൾ റഹീം എന്ന കോഴിക്കോടുകാരൻ സൗദി അറേബ്യൻ ജയിലിലാണ് ഇപ്പോൾ കഴിയുന്നത്. 18 കൊല്ലമായി. 2006 അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോയത്. ഒരു ഡ്രൈവർ പോസ്റ്റിലേക്കാണ് അദ്ദേഹം പോയത്. എന്നാൽ അവിടുത്തെ ഏകദേശം എല്ലാ പണികളും ചെയ്യാറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2006 അദ്ദേഹം ഡ്രൈവറായി പോയത് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഒരു രോഗാവസ്ഥയിലുള്ള കുട്ടിയാണ്. കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. സംഭവം നടന്നത് ഇങ്ങനെയാണ്. ഒരു ദിവസം ഈ കുട്ടിയെ കൊണ്ട് അബ്ദുൾ റഹീം എന്ന വ്യക്തി വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു. ഈ കുട്ടി ബാക്കിൽ ഇരുന്ന് പറയുകയാണ് സിഗ്നൽ തെറ്റിച്ച് വണ്ടി ഓടിക്കണം എന്ന്. എന്നാൽ ഇത് കേൾക്കാൻ കൂട്ടാക്കാത്ത അബ്ദുൾ റഹീമിനെ ആ കുട്ടി തുപ്പുകയും തലയിലിട്ട് ചവിട്ടുകയും അടിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്റെ ഒരുപാട് ഫ്രണ്ട്സ് സൗദി അറേബ്യയിൽ ഉള്ളത് കൊണ്ട് തന്നെ, സൗദി അറേബ്യയിൽ വർക്ക് ചെയ്ത ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ട് തന്നെ അത് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ആ സൗദി അറേബ്യൻ വ്യക്തികളല്ലാത്ത, എല്ലാവരുമല്ല, എന്നാൽ തന്നെ ഒരു ഭൂരിപക്ഷം ശതമാനം ആളുകളും സൗദി അറേബ്യൻ അല്ലാത്തൊരു ജനതയെ തുപ്പുകയും ചവിട്ടുകയും ചെയ്യും, ജോലിക്ക് വരുന്നവരെ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കഥ എനിക്ക് വിശ്വസിക്കാനാണ് താല്പര്യം. അങ്ങനെ ഈ അബ്ദുൾ റഹീമിനെ ഈ കുട്ടി ചവിട്ടുകയും തുപ്പുകയും ഒക്കെ ചെയ്തു. അപ്പൊ അത് തടയാനായി ഈ അബ്ദുൾ റഹീം കൈ തട്ടിയൊന്ന് മാറ്റി. തട്ടി മാറ്റുന്ന അവസ്ഥ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ രോഗാവസ്ഥയിലുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി. അതിന് എന്താണ് ഉപകരണം എന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷെ അതിന് ജീവൻ നൽകുന്ന ട്യൂബ് ആയിരിക്കാം. തട്ടി മാറ്റി അത് ആ കുട്ടി ആ നിമിഷം തന്നെ അന്തരിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. അങ്ങനെ സൗദി അറേബ്യയിൽ അബ്ദുൾ റഹീം പെട്ടുപോവുകയാണ്, ജയിലിൽ അകപ്പെടുകയാണ്, വധശിക്ഷ വിധിക്കുകയാണ്. ഏകദേശം 18 കൊല്ലം കഴിയുകയാണ്. ഇപ്പോൾ ആ കുടുംബം ഒരു കോംപ്രമൈസിന് തയ്യാറായിരിക്കുകയാണ്. എന്നാൽ കോംപ്രമൈസായി പറയുന്നത് മോചനദ്രവ്യം 34 കോടിയോളം രൂപയാണ് ആവശ്യപ്പെടുന്നത്. 34 കോടിയോളം രൂപ നഷ്ടപരിഹാരം നൽകുകയാണെങ്കിൽ ഈ കേസിൽ നിന്ന് കോംപ്രമൈസ് ചെയ്യാമെന്നും അബ്ദുൾ റഹീം എന്ന വ്യക്തിക്ക് വധശിക്ഷ നൽകില്ല എന്നുമുള്ളതാണ് വാഗ്ദാനം. അങ്ങനെ ഇപ്പോൾ ഈ കേരളത്തിൽ അത് ഏറ്റെടുത്തിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂറാണ്. ബോച്ചയോടൊപ്പം ഒട്ടനവധി ഇൻഫ്ലുവൻസേഴ്സും ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഏകദേശം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 8 കോടിയോളം രൂപ സമാഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ വീഡിയോസിനോടൊപ്പം ഇതിന്റെ ഡൊണേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഏപ്രിൽ 16 അവസാന തീയതിയായി അവർ ആവശ്യപ്പെട്ട ദിവസം. അതിനു മുൻപ് എന്ത് തന്നെയായാലും 34 കോടി സമാഹരിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.